ഞാൻ സിബിൻ സിറിൽ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ തീരദേശ പ്രദേശമായിട്ടുള്ള ചെല്ലാനത്താണ്. ചെല്ലാനം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കടലാക്രമണത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് കടലും കായലും ചേർന്നിട്ടുള്ള അതിമനോഹരമായൊരു പ്രദേശമാണ് ചെല്ലാനം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി മത്സ്യത്തൊഴിലാളി സമൂഹമായതുകൊണ്ട് തന്നെ കുറേയേറെ നന്മ മനസ്സുകളുള്ള ഒരു നാടാണ് എൻ്റെ ചെല്ലാനം. ചെല്ലാനത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെടാം, നല്ല സൗഹൃദങ്ങൾ കിട്ടും. അതിനേക്കാൾ ഉപരി നല്ല മീൻ കൂട്ടി നല്ല ഭക്ഷണവും കഴിക്കാൻ പറ്റും. അതാണ് ചെല്ലാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓടി ഐജല ഐജല ഐജട പൊന്നെ ഐജല പൊന്നെ പുരലെ ഐജല പൂങ്കാവനമേ ഐജല പൂവിട്ടകരുവി ഐജല ചന്ദനദേവി ഐജല ദേവിക്കിന്ന് ഐജല ദേവന് നാളെ ഐജല വിളയാട്ടുണ്ട് ഐജല ആട്ടോ പോട്ടോ ഐജല കൂത്തോ കളിയോ ഐജല ഇന്നലെ വന്നൊരു ഐജല കോഴിക്കാരൻ ഐജല നമ്മുടെ മുറ്റേ ഐജല പോകുന്നേരം ഐജല നമ്മുടെ മകളൊരു ഐജല ഐജട പൊന്നെ ഐജല ഏലിയേല ഐജല കുത്തിക്കുഴിച്ച് ഐജല കപ്പലുണ്ടാക്കി ഐജല കപ്പലില ചുക്കായക്കാര കപ്പലിലെന്ത് ഇഞ്ചി ഉലുവ ഇഞ്ചി ഉലുവ പൊന്നെ പൊരുളെ പൂങ്കാവനമേ കേറണം തായേ പിടിച്ചോ പൊന്നെ കേറിയട പൊന്നെ കേറി. എനിക്ക് ചെല്ലാനത്തെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. കാരണം ഇവിടെയാണ് ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത്, ഇവിടെയാണ് ഞാൻ സൗഹൃദം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിലൊരു 90% ആൾക്കാരും ഈ മത്സ്യബന്ധന മേഖലയുമായിട്ട് തന്നെ നിൽക്കുന്നവരാണ്. എനിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം മത്സ്യബന്ധനം തന്നെയാണ്. കാരണം ലോകത്തിൽ ഇതുപോലെ എൻ്റർടൈൻമെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഡെയിലി വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ജനതയാണ് എൻ്റെ നാട്ടിലെ ജനത എന്ന് പറയുന്നത്. കാരണം ഒരു 29 ദിവസം, ഒരു മാസത്തിൽ 29 ദിവസം നമ്മൾ കടലിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും പട്ടിണിയാണെങ്കിൽ പോലും 30ാമത്തെ ദിവസവും ഇന്ന് നമ്മൾ തകർക്കുമെന്നും പറഞ്ഞ് കടലിലേക്ക് പോകുന്ന അപ്പച്ചന്മാരുടെ നാടാണ് ചെല്ലാനം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേരെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു സുഹൃത്താണ് ലൂയിസ്. ലൂയിസിനെ പറ്റി പറയുമ്പോൾ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത്. ആളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ച് ട്യൂൺ ചെയ്യും. ആദ്യമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നത് കടലിൽ വെച്ചാണ്. കടലിൽ വെച്ച് ഞാനിങ്ങനെ നമ്മൾ മീനൊന്നും കാണാതെ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മേളിലേക്ക് നോക്കി, ആകാശം നോക്കി കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി. അങ്ങനെയാണ് അവിടെ വെച്ചിട്ട് ഒരു 4 വരി പാട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. 1000 ജലധാരകൾ നാഥൻ്റേതായിട്ടും നീറിയ മനമോടെ നാഥൻ കരഞ്ഞു ദാഹിക്കുന്നു ദാഹിക്കുന്നു. മകനേ മകളേ നിനക്കായി നാഥൻ എന്നെന്നും ദാഹിച്ചിടുന്നു. അറിയുന്നില്ലേ നീ നാഥൻ്റെ വേദന നിന്നെ സ്വന്തമാക്കുവാനായി 1000 ജലധാരകൾ താതൻ്റേതായിട്ടും നീറിയ മനമോടെ നാഥൻ കരഞ്ഞു ദാഹിക്കുന്നു ദാഹിക്കുന്നു. എൻ്റെ ഒരു
മറ്റൊരു കൂട്ടുകാരൻ്റെ പേര് ബെർട്ടിൻ എന്നാണ്. ഞാൻ ആളെ കാറ്റഗിസം പഠിപ്പിച്ചിട്ടുണ്ട്. കാറ്റഗിസം പഠിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളോടും ഡ്രീം ചോദിച്ചായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇത് സയൻറ്റിസ്റ്റ് ആവണമെന്ന് പറഞ്ഞവരുണ്ട്, ഡോക്ടർ ആവണമെന്ന് പറഞ്ഞവരുണ്ട്, എൻജിനീയർ ആവണമെന്ന് പറഞ്ഞവരുണ്ട്. അന്ന് ബെർട്ടിനോട് ചോദിച്ചപ്പോൾ ബെർട്ടിൻ പറഞ്ഞത് എനിക്ക് വള്ളത്തിൽ പോയിട്ട് ആര്യക്കാരനാണെന്ന് പറഞ്ഞു. ആര്യക്കാരനെന്ന് പറഞ്ഞാൽ വള്ളത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് വള്ളത്തിനെ നിയന്ത്രിക്കുന്ന ആളാണ്. അന്ന് ഞാൻ ചോദിച്ചത് എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ +2 പരീക്ഷ എഴുതിയത് തന്നെ അതും കഴിഞ്ഞ് വള്ളത്തിൽ കയറാൻ വേണ്ടിയായിരുന്നു. കാരണം അത്രയൊക്കെ ക്രൈസായിരുന്നു ഈ കടൽ, വള്ളം, മീൻ ഇതിനോടൊക്കെ. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ രാവിലെ ഒരു 4 മണി സമയത്തോടു കൂടിയാണ് ഞങ്ങൾ പണിക്ക് പോകുന്നത്. പിന്നെ വൈകിട്ടൊരു 4 മണിയോട് കൂടി എല്ലാവരും ഞങ്ങൾ കടപ്പുറത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ ചെറിയ സംസാരങ്ങളും പാട്ട്, കളിയാക്കൽ അങ്ങനെയായിട്ടൊക്കെ അങ്ങ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഫെബിൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു തരകനാണ്. ഞങ്ങൾ കൊച്ചു മുതലാളിയിൽ നിന്നും കൊച്ചു തരകൻ എന്നൊക്കെ വിളിക്കും. തരകൻ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഏജൻ്റ് എന്നാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീട്. വളവളതെ വിളിച്ചത് 130 വിളിക്കേ, 130. 10 കോട്ടെ വിളിച്ചോട്ടെ, 10 കോട്ടെ കുറവ് 5 രൂപ കുറവുണ്ട്. 140 വിളിക്കേ, 145. 10 കോട്ടെ ചെമ്മീൻ വിളിച്ചോ വാ. 146, 147, 48. 5 രൂപ കുറവുണ്ട് കേട്ടോ. 48, 50, 150, 150, 152, 155, 55, 56, 156, 156, 156. ഇപ്പം ഇതിലേക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് അങ്കിള് അപ്പച്ചനായിട്ടെല്ലാം തരകന്മാരായിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരെ സഹായിക്കാനായിട്ടൊക്കെ കൂടെ നിൽക്കുവാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം ഒരു 2 കൊല്ലമായി ഞാൻ ഇപ്പോൾ തരകനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. സൗഹൃദം ശരിക്കും ഒരുപാടുണ്ട്. കാരണം ഒരുപാട് പഠനം പഠിച്ചതുകൊണ്ടും അങ്ങനെ സൗഹൃദത്തെ ഒരുപാടുണ്ട്. ഇവിടെ നാട്ടിലാണേലും അല്ലെങ്കിൽ പഠിച്ച സ്ഥാപനത്തിലാണേലും ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ജോലിയെല്ലാം കഴിഞ്ഞാലും വൈകിട്ട് ഒരുമിച്ച് കൂടുന്നത് സൗഹൃദത്തിൽ കൂടി തന്നെയാണ്. അതുതന്നെയാണ് ശരിക്കും ഒരു സന്തോഷം എന്ന് പറയാനായിട്ട്. 1 കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും 1 കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. 1 കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും 1 കോടി നാവെനിക്കേകിയാലും. ഞങ്ങൾ പല ജോലി മേഖലയുള്ളവരാണെങ്കിൽ കൂടി ജോലിയൊക്കെ കഴിഞ്ഞ്
ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ഞങ്ങളുടെ ഹാർബറിൽ കല്ലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വള്ളങ്ങളുടെ മുകളിലോ ഒക്കെ ഇരുന്ന് ഞങ്ങൾ അന്നത്തെ കാര്യവും കുറേ തമാശകളും വള്ളത്തേലത്തെ കാര്യങ്ങൾ അവർ പറയും. ഓരോരുത്തരും അവരുടെ ജോലി മേഖലകളിലെ കാര്യങ്ങൾ തമാശകളൊക്കെ പറഞ്ഞ് 9-9:30 ആകുമ്പോഴാണ്, രാത്രിയൊക്കെയാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കോളൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ വീടുകളിലേക്ക് പോവാറ്. കിലോ എന്തോലെ ചെമ്മീന്? കിലോ 105 വരുന്നുണ്ട്. പിന്നെ ആച്ചെമ്മീന് ഇച്ചിരി കൂടി പൂവാലൻ ചെമ്മീൻ നടത്തില്ലേ, പൂവാലൻ ചെമ്മീന് ശരിക്കും 120 വരുന്നുണ്ട്. 120 ലേലം തുടങ്ങും. ഇന്ന് ഞങ്ങൾ വിളിക്കുന്ന 110-113 വിളിച്ചു. ഏതായാലും ഞങ്ങളുടെ വെള്ളം ചാള വന്ന സമയത്ത് വലപ്പണിയായിട്ട് വല ഇറക്കിയിട്ട് ഇപ്പൊ വലപ്പണി നടന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം പോണെങ്കിൽ എത്ര രൂപ ഉണ്ടാവണം? 10,000 രൂപ ഈ ചെറിയ വെള്ളത്തിന് വേണം. പക്ഷെ ഞങ്ങളുടെ വലിയ വെള്ളത്തിനാണെങ്കിൽ 25-30,000 രൂപ ഉണ്ട്. പക്ഷെ ഈ നമ്മളുടെ മണ്ണണ്ട എന്ന് പറയുമ്പോ 10,000 രൂപ മതിയല്ല. ഇപ്പൊ ഈ രാവിലെ ഇപ്പോഴും താങ്ങൂലോട്ട് പോണവർക്ക് കൂടി കഷ്ടിച്ചാണ് 20,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലൊന്നും എടുക്കാൻ പറ്റണല്ലേ. ഒരു 10 ദിവസം പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ കടം വന്നു. നോമ്പെടുത്തിട്ടുണ്ടാരെങ്കിലും? ഞാൻ നോൻപ് ഞാനും നോൻപെടുത്തിട്ടുണ്ട്. നീ എനിക്കെന്ന് പറഞ്ഞാ ഇപ്പൊ വഞ്ചിയില് ഭക്ഷണം വെക്കുമ്പോ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാരും മീൻകറി കഴിക്കുമ്പോ ഞാൻ മാറി വന്നെങ്കിൽ കര എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും വെള്ളം. നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പന്മാർക്കൊക്കെ ഞാനെല്ലാ പ്രാവശ്യം നോൻപെടുക്കും. ഞാൻ പോലും അറിയാതെ പൊട്ടി. ഞാൻ പിന്നെ ഈ പ്രാവശ്യം മലയാറ്റൂരിലേക്ക് നടന്നും കൂടി പോകണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പള്ളി പോണ്ട്. ഈ പ്രാവശ്യം ഉണ്ട്. സമയം 9:20. അവളെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. കല്യാണം കഴിഞ്ഞ ചെക്കനാണ്. നേരത്തെ ഒരു കുഴപ്പമില്ല, 9 കുഴപ്പമില്ലാണ്ടിരുന്ന പേരാണ്. കൊണ്ടുവരടിയാണ്. അച്ഛനെ കല്യാണത്തിന് മറ്റേ ഒരു ലാസ്റ്റ് ഒരു പാട്ട് പാടിയായിരുന്നു. അത് വൈറലായിരുന്നു, ഭയങ്കര വൈറലായി. എല്ലാരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. പാടാൻ വേണ്ടി പഠിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ചാടിയായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് ഇത് സംഭവം സ്റ്റാറ്റസ് ഒക്കെ വൈറലായി കഴിഞ്ഞപ്പോ കേട്ടാ അത് നന്നാക്കിയായിരുന്നു. 30 സെക്കൻഡ്സ് ഉള്ളതൊക്കെ പറഞ്ഞു. അടിപൊളി പാട്ടാണ്. എല്ലാരും സ്റ്റാറ്റസ് ഇട്ട് എല്ലാരും ഇട്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ മറ്റേ ധ്യാനം കഴിയുമ്പോഴേ ഫാമിലിനെ വെച്ച് പാടിക്കണ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തിട്ട് പാടിക്കണ പാട്ടാണ്. നമ്മളൊന്നായതല്ലേ നമുക്ക് കൂടെ പാടാല്ലേ? അതിന് അവളുണ്ടായാലേ ഞങ്ങളേക്കും കൂടെ പാടാം, കുഴപ്പമില്ല. നമ്മളൊന്നായതല്ലേ യേശുവിൽ എന്റെ ജീവനേക്കാൾ നിന്നെ സ്നേഹിച്ചിടാം. നീ എന്റെ മുത്തല്ലേ, നീ എന്റെ മുത്തല്ലേ. സഭ ക്രിസ്തുവിനെ എന്നും സ്നേഹിച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചിടാം പ്രിയനേ. നീ എന്റെ മുത്തല്ലേ, നീ എന്റെ മുത്തല്ലേ. ഒന്നിച്ചു കൈകൂപ്പി പ്രാർത്ഥിച്ചതല്ലേ ഒന്നായി സ്നേഹിച്ചിടാം. ഒന്നിച്ചു കൈകൾ ചേർത്തു വാഗ്ദാനം ചെയ്തു ജീവിതം ബലിയാക്കാൻ. എന്റെ ഓമലേ സുന്ദരി മുന്തിരി പൂക്കും കാലമായി ഗാനാലാപന സമയമായി. സഭ ക്രിസ്തുവിനെ എന്നും സ്നേഹിച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചിടാം പ്രിയനേ. നീ എന്റെ മുത്തല്ലേ, നീ എന്റെ മുത്തല്ലേ. നമ്മളൊന്നായതല്ലേ യേശുവിൽ എന്റെ ജീവനേക്കാൾ നിന്നെ സ്നേഹിച്ചിടാം. നീ എന്റെ മുത്തല്ലേ, നീ എന്റെ മുത്തല്ലേ. പക്ഷെ കുർബാന കഴിഞ്ഞപ്പോ കാനായിലെ കല്യാണങ്ങളിൽ പാടിയാൽ മതിയായിരുന്നു. കല്യാണത്തിന് അത് പാടണ്ടേ? അതൊരു ഫീല് തന്നെയാണ് കേൾക്കാനും. എല്ലാരും കൂടി എല്ലാവർക്കും അറിയാവുന്നോട് പാടിയാലോ? ഒന്ന് പാടാലേ? കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ
കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ ഊമനെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകിനാഥൻ ഊമനെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകിനാഥൻ പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ കാനായിലെ നമ്മുടെ യേശുദാസച്ചൻ വന്നിട്ടേ പുള്ളിക്കാരൻ ഒരു പുള്ളി വന്നിട്ട് അച്ഛൻ വന്നിട്ട് അത് ഏതെങ്കിലും രാഗത്തിലേക്കല്ലോ വന്നിട്ട് എൻ്റെ അടുത്ത് ഏതൊരു രാഗം ഭൂപാളോ അങ്ങനെ ഏതൊരു രാഗം മോനെ എടാ ആ രാഗം മോഹനം എടാ മോഹന രാഗം എന്ന് പറയട്ടെ അച്ഛാ എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല ഈ മോഹന രാഗം അതിലിടക്കൊട്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ പുള്ളി കാണിച്ചു ആ സാധനം കാണിച്ചു ഞാൻ ഒരു 10 മിനിറ്റ് എന്നെ പുള്ളി പഠിപ്പിച്ച് അത് ഞങ്ങൾ വായിച്ചു കൊടുത്ത് കറക്റ്റ്. ഞാൻ പറയണേ ഈ രാഗത്തില് നമ്മള് വായിക്കുമ്പോ ഏതെങ്കിലും ഒരു മൈനർ സ്കെയിൽ ആയിരിക്കുമല്ലേ ഈ പോണത്? അല്ല എനിക്കും അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാണ് ഈ ഇങ്ങനെ പറഞ്ഞത് അതായത് ഹാപ്പി ഫീല് മേജറും സങ്കട ഫീല് മൈനറും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനേ നമ്മളെ ഇവിടുത്തെ ഒരു ഞങ്ങളുടെ അടുത്തൊരു പാസ്റ്റർ വന്നിട്ടുണ്ടേ. പുള്ളി അല്ലല്ല ഇവിടെ വേറൊരു പാട്ട് പറഞ്ഞത് പുള്ളിക്ക് ഇപ്പൊ അകത്തൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ ചെന്നൊരു പാട്ടൊക്കെ നമ്മള് പാടിയത് പുള്ളി അതെ ഓൾഡർ. പുള്ളി പുതിയ സിസ്റ്റമാണ് ഇപ്പോഴത്തെ കോർഗിന്റെ ആയിട്ട്. ഞാനൊന്ന് തൊടാൻ പോയിട്ട് തൊടിച്ചില്ല. പണ്ട് നമ്മുടെ പള്ളി ആരാധന ഇല്ല, വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ആരാധനയൊക്കെ ഉണ്ടായിരുന്നപ്പോ നല്ല രസമായിരുന്നു. വെള്ളിയാഴ്ച ശനിയാഴ്ച ആദ്യമൊക്കെ തുടങ്ങിയപ്പോ വലിയ ആളില്ലായിരുന്നു, പിന്നീട് അങ്ങോട്ട് ഭയങ്കര ആളായിരുന്നു. പള്ളിക്കാവ് ആ ചേട്ടൻ മറ്റേ തപ്പൊക്കെ വെച്ച് പാടുമായിരുന്നു ഓർക്കുണ്ട്. അല്ല ഇപ്പോഴും തപ്പ് വെച്ച് ഇപ്പൊ ബുധനാഴ്ച പാടെ ഒരു കൂട്ടായ്മ ഉണ്ടായി ഇവിടെ ഈ മറുവാക്കാട്. അവിടെ ഈ തപ്പും ചിഞ്ചിലും ഒക്കെ വെച്ച് നല്ല രസമായിട്ട് കൂട്ടുന്നുണ്ട്. തപ്പ് വെച്ച് പുള്ളിക്കാരൻ അത് പാട്ട് തുടക്കുക. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. സ്നേഹമേ പാരിലെന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാദാ നിന്നെ എന്നും വാഴ്ത്തിടാം, കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിലെന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാദാ നിന്നെ എന്നും വാഴ്ത്തിടാം, കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. എന്റെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ,
എന്നെ പേര് ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ, ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ, നേർവഴിയിൽ നയിച്ചു നീ, മിശിഹായേ മഹോന്നതനേ, മിശിഹായേ മഹോന്നതനേ. കിന്നരവും തമ്പുരും മീട്ടിടാം, ഇമ്പമായി കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം, നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം. സമയം എന്തായി? അവന് തുടങ്ങിയില്ല. പോണ്ടേ? വിളി വന്ന് ചക്കര വീട്ടിൽ പോകണം. എന്നാ ഇറങ്ങാം. വിട്ടോ, കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞല്ലേ? ഇറങ്ങണ്ടേ എന്നാ? ഞങ്ങൾ ഇറങ്ങണേ. നാളെ എപ്പോഴാ പോണേ? രാവിലെ നാളെ 2 മണി. നാളെ പോവാ തിരിച്ച്. നാളെ കൂടാ. ഓക്കെ, നാളെ കാണാം. മൊബൈൽ